എങ്കിലും കല്യാണം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാണ്. ഈ കഥ പറയണമെങ്കിൽ പുള്ളി എങ്ങനെയുള്ള ആളായിരിക്കണം? അപ്പൊ കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. അവൻ സിഗ്മയാ. ഇത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. എനിക്ക് നിങ്ങളുടെ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? എന്താണ് നിന്റെ വായിൽ നാക്കില്ലേ? അണ്ണാക്കലോട്ട് ഇറങ്ങിപ്പോയോ? പറയടാ അങ്ങോട്ട്. ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? വെറുതെ അല്ല പോണ്ടിച്ചേരിന്ന് രായ്ക്ക് രാമാനം ഓടിച്ചോടി പോന്നത്. ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട്. മെഡിക്കൽ സയൻസിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ട്രംബോട്ടീണോ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. മനസ്സിലായില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തിക്കട വിടൽ അഥവാ പിരിവെട്ടൽ. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് 2023 റിട്ടയർ ആയ അത് കഷ്ടായി പോയല്ലോ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. ഇവനെ പൊക്കാനുള്ള പരിപാടി മിനി ഇമീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും കേട്ടോ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കാണാനോട് വിരലിൽ എണ്ണാൻ പറ്റാത്ത എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. 22 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. തട്ടിപ്പ് നമ്പർ 2. സോ ഒരു വൃത്തസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണ് നമ്മളെല്ലാരും പറയുന്നത്. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം.